പി.വി. അൻവർ നോക്കൂ, സർക്കാരിനെ ഇത്രമേൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഈ ഒരു ആരോപണം അത് പ്രതിപക്ഷത്ത് നിന്നല്ല വന്നിട്ടുള്ളത്. അത് സ്വന്തം മുന്നണിയിൽപ്പെട്ട സ്വന്തം MLA, ഭരണകക്ഷിയിൽ നിന്നുള്ള MLA ആണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത്ര എളുപ്പമല്ല പ്രതിരോധിച്ച് പറഞ്ഞു നിൽക്കാൻ സർക്കാരിനും പാർട്ടിക്കും. മറുപടി പറയേണ്ടതുണ്ട്, കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് പി.വി. അൻവർ MLA ഇത് ചെയ്യുമോ? ആരാണ് പി.വി. അൻവറിന്റെ പിറകിലുള്ളത്? ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് അങ്ങനെ കഴിയുമോ എന്നുള്ളൊരു കാരണമുണ്ട്. പകരം നേരിട്ട് ഇപ്പോൾ അജിത് കുമാറിൽ ഒതുങ്ങുന്നില്ല ആരോപണം. പി ശശിയിലേക്ക് വരെ, പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒറ്റയ്ക്ക് അൻവറിന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. അതിന് പാർട്ടി അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഏത് രീതിയിലാണ് സ്റ്റെഫിൻ? ആര്യ, ഏതായാലും അൻവർ ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം പറയാം. കാരണം ഇത് വ്യക്തമായി പാർട്ടിയുടെ ഒരു ധാരണയോട് കൂടിയൊക്കെയാണ് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. കാരണം ADGP അജിത് കുമാർ മാത്രമല്ല ഈ അൻവറിൻ്റെ ഈ ആരോപണങ്ങളിൽ വലിയ തോതിൽ പ്രതിരോധത്തിലാകുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പാർട്ടിയും എല്ലാം തന്നെയാണ്. അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിൻ്റെ കുന്തമുന്നെ ചെന്ന് നിൽക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയിലേക്കാണ്. നമുക്കറിയാം, പി ശശിക്കെതിരെ പാർട്ടിക്കകത്ത് തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ, പ്രശ്നങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. പി ശശിയുടെ പാർട്ടിക്ക് പുറത്ത് ആയ ശശി രണ്ടാമത്തെ ഒരു വരവ്, പിണറായി വിജയൻ അദ്ദേഹത്തെ വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയിലേക്കുമൊക്കെ തന്നെ കൊണ്ടുവരുന്നതും വലിയ ഞെട്ടലുണ്ടാക്കിയതാണ് പാർട്ടി വൃത്തങ്ങളിൽ. അതോടൊപ്പം തന്നെ പല തോതിൽ ഉള്ള എതിർപ്പ് പി ശശിക്ക് പാർട്ടിക്കകത്ത് നിന്നും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ കണ്ണൂരിലെ പാർട്ടിയിലെ ഏറ്റവും പ്രബലനായ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ ഒന്ന് പിണറായി വിജയനാണ്. അതിനുശേഷം MP ഗോവിന്ദനും EP ജയരാജനും ഒക്കെയാണ് ആ പട്ടികയിലുള്ളത്. പക്ഷേ ഇപ്പോൾ ഏതായാലും പാർട്ടിയുടെ ഒരു നടപടി എന്ന തരത്തിൽ തന്നെ കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ട് EP ജയരാജൻ പുറത്തു നിൽക്കുന്നു. ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ മാത്രമായി ഒതുങ്ങുന്നു. മറ്റ് പ്രശ്നങ്ങളും ജയരാജനെ അലട്ടുന്നുണ്ട്. അപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പുതിയ ഒരാൾ വരാം, അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഈ പാർട്ടി സമ്മേളനത്തോടടുക്കുമ്പോൾ പി ശശിയുടെ ഒരു കടന്നുവരവ്. AN ഷംസീർ 2 വട്ടം തലശ്ശേരി സീറ്റിൽ മത്സരിച്ച് ജയിക്കുന്നു. ഒരു മൂന്നാം ചാൻസ് അദ്ദേഹത്തിന് കിട്ടില്ല. ആ തലശ്ശേരി സീറ്റിനായുള്ള പേരിൻ്റെ പട്ടികയിൽ പി ശശി കടന്നു വരാനുള്ള സാധ്യത, ഇതെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പി ശശിയെ ഒതുക്കാനുള്ള ഒരു നീക്കമായിട്ടും പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. ഏതായാലും അതൊക്കെ ഇനി പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ഏതായാലും അൻവർ ഉന്നയിക്കുന്ന ഈ ആരോപണം MR അജിത് കുമാറിനോ അല്ലെങ്കിൽ പോലീസ് സേനയ്ക്കോ മാത്രം ഒതുങ്ങുന്നതല്ല. അവിടെയാണ് പി ശശി എന്ന ആളിലേക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ വിവരങ്ങൾ നൽകിയത്.